പയ്യെ മിണ്ടരുത്. എടാ നിനക്കൊക്കെ നിർത്താറായില്ലേ? കുറെ നാളായി ഒരു പീരപ്പണിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിർത്തിക്കോണം പുല്ല്. നീ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പക്ഷെ അവളുടെ പുറകെ നടക്കലെന്ന് മാത്രം നീ എന്നോട് പറയരുത്. പറയൂടാ, നിന്നെയൊക്കെ പിടിച്ചു മാറ്റുമ്പോഴേ എനിക്കും കിട്ടാറുണ്ട് ഇടിയൊക്കെ. എടാ നീയൊക്കെ ഇത് ആർക്ക് വേണ്ടിയാ? അവൾക്ക് വേണ്ടി, അല്ലാതെ ആർക്ക് വേണ്ടി? ഏതവൾക്ക് വേണ്ടി? എടാ ഇന്നേ വരെ അവൾ നിന്നെ ഇഷ്ടം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവനെ അവൾ ഇഷ്ടം വന്നിട്ടുണ്ടോ? അതും ഇല്ലല്ലോ. എടാ നിങ്ങൾ തമ്മിൽ തല്ലൂടി ചാവന്ത അവൾക്ക് കാണണം, അത്രേ ഉള്ളൂ. ഇന്നത്തോടെ ഞാൻ നിർത്തി, നീ നിർത്തിക്കോണം, കേട്ടല്ല? ഒരു നിർത്തലും ഇല്ല. നീ കണ്ടോ, ഇന്ന് അവളിവിടെ വരികയും ചെയ്യും, എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. അതിന് നിനക്ക് വല്ല സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. സംശയിച്ചോ, നീയൊക്കെ എത്ര വേണേലും സംശയിച്ചോ. എടാ ഇന്ന് 4 മണി കഴിഞ്ഞാൽ അവളിവിടെ വരികയും ചെയ്യും, എന്നെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ സംശയമൊക്കെ തീർന്നല്ലോ. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്നാ പ്രശ്നം? തിന്നെങ്ങാനും തീരുമോ? എങ്ങനെ തീരാൻ? കുട്ടിക്കാലം മുതൽ തുടങ്ങിയല്ലേ അവൻ എനിക്കിട്ടുള്ള പണി. വാടാ. വാ, ഓട്ടപ്പിടുത്തം കളിക്കാം നമുക്ക്. അനുമോളെ നമുക്ക് ടീമാകാം. അയ്യേ ഇവന്റെ കൂടെയോ? ഇവൻ ഇന്നലെ നിക്കറ അപ്പിട്ടതാ. അയ്യേ ഇങ്ങനെയാണെ ഞാൻ കളിക്കില്ല. എന്നിട്ടൊന്നുമില്ല. അല്ല അവൾ പിന്നെ നിനക്ക് സെറ്റായില്ലേ? ഇല്ല. എന്നിട്ടെന്താ? ഞങ്ങൾ അവിടുന്ന് വളർന്ന് വലുതായി ഒരു 7ാം ക്ലാസ്സിലൊക്കെ എത്തി. അവളും ഒരുപാട് വളർന്ന് മുടിയൊക്കെ വന്ന് ആളാകെ മാറി. പെട്ടെന്നൊരു ദിവസം അവളുടെ അച്ഛൻ ട്രാൻസ്ഫറായി. അയ്യോ, എന്നിട്ട് പിന്നെ പറ്റിയ? എടാ പൊട്ട, അവളുടെ അച്ഛന് സ്ഥലം മാറ്റം കിട്ടിയെന്ന്. അങ്ങനെ അവൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയി. പിന്നെ 7ാം ക്ലാസ്സായി, 8ാം ക്ലാസ്സായി, 9ാം ക്ലാസ്സായി, 10ാം ക്ലാസ് എത്തിയപ്പോൾ അവൾ പിന്നെയും തിരിച്ച് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വന്നു. പിന്നെ അവൾക്ക് എന്നോടുള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയണല്ലോ. അതിന് നേരത്തെ അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ? അല്ല അങ്ങനെയല്ല, എന്നാലും അതൊന്നും അറിയണല്ലോ. അതിന് ഞാനൊരു കത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവൾക്ക് കൊടുത്താ? വാങ്ങിച്ചവള്? കൊടുത്ത്. നീ എൻ പനിനീർ പുഷ്പമാണ്. പുഷ്പം വേണ്ട, പൂ മതി. പൂവാണ്. ആ വരിയിൽ വീഴും. ഇന്ന് ഇവൻ എന്താടാ പരിപാടി? അടുത്തെന്തോ പണിയൊപ്പിക്കാനുള്ള പരിപാടിയാണ്. നീ എൻ പനി. ഒരു കാര്യം പറയാനുണ്ട്. എന്നാ കാര്യം? നീട്ട് വാ, പറയാം. എന്താ പറയാന്ന് വരാൻ? ഒരു മിനിറ്റ്. പിന്നെ എഴുതാൻ ഒറ്റ മിനിറ്റ്. എന്ന് സ്വന്തം അനന്തു വരുന്നടാ. അത് ശരി, ശരിയാക്കി തരാം.
എടാ എല്ലാം ഓക്കെ അല്ലേ? നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്. നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്. അല്ല ഞാനെന്തിനാ പേടിക്കുന്നത്? ആ പിന്നെ ഞാൻ പറഞ്ഞ വരിയൊക്കെ നീ എഴുതി വെച്ചേരാ. എടാ അത് ഞാൻ എഴുതിയില്ല. എടാ നീ അത് എഴുതിയില്ലേ? ആ വരിയിലല്ല ഇരിക്കുന്നത്. അത് എഴുതി അവൾ ഉറപ്പായിട്ട് വീണാനും. ഇനി അവൾ വീണില്ല, എന്നെ ഒന്നും പറഞ്ഞേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. എടാ നീ ഇങ്ങനെ നെഗറ്റീവ് ആക്കല്ലേ, നീ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ താ. എടാ എനിക്ക് നീയല്ലടാ ഉള്ളൂ. മോട്ടിവേഷൻ അല്ലേ? എടാ നീ അവളെ ഇടയ്ക്ക് ശ്രദ്ധിച്ചായിരുന്നു? ആ അതല്ല, എടാ അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്. അവൾ വീഴാൻ നിൽക്കുന്ന മര നീ കത്തുകൊണ്ട് അവളെ കൊടുത്തിട്ട് മൂതിയാൻ പോയി അവൾക്ക് തോന്നുള്ളൂ. ആണല്ലേ? അല്ല പിന്നെ നിങ്ങൾ കൊടുത്ത് എഴുന്നേറ്റ് ഒന്ന് അവളെ കൊടുത്തിട്ട് വാ. ഇല്ലേ? പിന്നെ അനുമോളെ. എന്താ എന്തു? അല്ല ഒന്നുമില്ല. അത് പിന്നെ ഞാൻ അനുമോള് കഴിച്ചായിരുന്നോ? ആ കഴിച്ചല്ലോ. കഴിച്ചല്ലോ. അത് പിന്നെ അതെ, എനിക്ക് അനുമോളൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഞാൻ കത്തിലാക്കി എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് ഒരു മറുപടി തന്നെ. എന്നും രാത്രി അനുമോളെ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ സങ്കല്പത്തിലൂടെ അനുമോളെ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ എഴുതിയൊരു കത്തായത്. എന്തായാലും വായിച്ചിട്ട് മറുപടി തന്നെ. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും വൃത്തികെട്ടാൻ. അയ്യോ കൊടുത്ത് 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 ഡാ നിനക്കൊരു കാര്യം അറിയോ? അവളെ എനിക്കുള്ള അത് ഞാൻ അവനല്ല ഏതോ വിചാരിച്ചാലും അത് അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. എടാ അവളില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഉണ്ടട്ടില്ല, ഉറങ്ങിയിട്ടില്ല. അവളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് നിനക്കറിയാം. എന്നും വിളിക്കും അവളുടെ വീട്ടിലേക്ക്. അപ്പം വിളിയൊക്കെ ഉണ്ടോ? പിന്നില്ലാതെ ഞാൻ വിളിക്കും, അവളുടെ അപ്പനെടുക്കും, അവളുടെ അപ്പനെടുക്കും, ഞാൻ വിളിക്കും. അവസാനം ഞാനും പുള്ളിയും തമ്മിൽ റിലേഷൻ ആണ്ടായിരുന്നു. ഓ ഓടാ. അല്ല അങ്ങനെയല്ല, ഞാൻ അത്രത്തോളം എഫോർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ആ അങ്ങനെ പറ. ചെറുപ്പം തൊട്ടേ എനിക്ക് അവൾ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾക്ക് നോ പറയാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് നേരിട്ട് പറയാൻ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞോ? ആ പറഞ്ഞു. ചെറുപ്പം തൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടം, നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പെട്ടെന്നൊരു മറുപടി പറയണ്ട, നീ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതി. മുന്തിനം വേണ്ട വേണ്ട, പാട്ട് വേണ്ട. അല്ല അത് ഞാൻ ആംബിയൻസിന് വേണ്ടിയിട്ടാണ്. എന്നാ പഠിക്കും. എടാ എനിക്ക് ഓർത്തിട്ട് തന്നെ എൻ്റെ കൈയും കാലും മറക്കും. ഞാൻ പോയി ശരിയാവും. എടാ നാട്ടിലുള്ള എല്ലാ പെണ്ണോടും നീ വർത്താനം പറയുമല്ലോ, ഇവളോട് മാത്രം പറയാൻ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട്? മുട്ടി പറയണോ എൻ്റെ? എടാ നമ്മൾ നോക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെ. എനിക്കാണ് എൻ്റെ കൈയും കാലും മറക്കും. എടാ ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റത്തില്ല. അല്ല നീ ഒരു കാര്യം ചെയ്യും. എടാ എനിക്ക് വേണ്ടി നീ പോയി അവളോട് ഇഷ്ടമാണെന്ന് പറ. എടാ ഞാനോ? എടാ നീ തന്നെ. എടാ നിനക്കാകുമ്പോൾ നല്ല ധൈര്യമൊക്കെ ഉണ്ടല്ലോ. എടാ അതുണ്ട്, എന്നാലും ഡാളിയ നിനക്ക് ഞാനും എനിക്ക് നീ നമുക്ക് അല്ല എനിക്ക് അവളും അല്ലേ ഉള്ളൂ. എടാ നിന്നെ ഒരു ഫ്രണ്ടായിട്ടല്ല എൻ്റെ ചേട്ടനായിട്ടാണ് കണ്ടേക്കുന്നത്. നീ പോയി പറയടാ. അത് ശരിയാടാ, നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് എൻ്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞ് നടക്കണം? എടാ നാളെ അവളെ വേറൊരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തം കെട്ടി കള്ളും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കി വാളും വെച്ച് ദിവസം വീട്ടിൽ കയറി ചെല്ലേണ്ട കാണേണ്ട കൊച്ചാണോ അവള്? ആണോ? അല്ല. നീ അതിന് സമ്മതിക്കോ? ഞാനതിന് സമ്മതിക്കോ? അല്ല, നമ്മളതിന് സമ്മതിക്കരുത്. ഞാൻ ഉറപ്പിച്ചടാ, അവള് നിനക്ക് തന്നെ. ഞാൻ പോയി പറയാം, വേറെ ആരും സമയം വേണ്ട, ഞാൻ തന്നെ പറയാം. കത്തെടുക്ക്, കത്ത് എടുക്ക്. എന്നാ ഞാൻ പോവാം, ഞാൻ പോയി പറയാം. ആ ഇഷ്ടം പറയാൻ പോവല്ലേ? ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം. എന്താ നീ വന്നേ. എന്താ പണിയല്ലാണോ? പണിയാ? നീ വന്നാ ഇതെവിടെ നിന്ന്? എന്താണ്? നിനക്ക് നമ്മുടെ ശ്രുതിയെ അറിയോ? ശ്രുതിനെ അറിയാം. അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ അനുവിന് നിന്നോട് എന്തോ ഇഷ്ടോ പ്രേമോ എന്തോ ഉണ്ടെന്ന്. അനു? ഏതനു? ഏതെന്നോ? എടാ നമ്മുടെ അനുമോള്. അനുമോളോ? ആ എന്നോടോ? ആ ശേ, അതേന്നേ, അവൾക്ക് നിന്നോട് പറയാൻ മടി, അതുകൊണ്ട് എന്നോട് പറയാൻ ഏൽപ്പിച്ച. അയ്യോ, അപ്പൊ അഭിയോ? ഞാൻ അവൻ്റെ ഇഷ്ടം അവളോട് പറയാൻ പോവായിരുന്നു. ഏതവനാ? എടാ അവനൊരു പണിയില്ല കൂലിയില്ലാണ്ട് നാളെ അവളെ കെട്ടിക്കഴിഞ്ഞ് കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് അവളത് കണ്ടിട്ട് കരഞ്ഞ് നിലവിളിച്ച് അവസാനം ഒരു തുണ്ട് കയറിൽ അവൾ ജീവിതം എടുക്കണം നിനക്ക് കാണണോ? അവൾ അങ്ങനെ മരിക്കണം നിനക്ക് കാണണോ? അതോ അവളെ കെട്ടി നിനക്ക് സുഖമായിട്ട് ജീവിക്കണമെന്ന് നീ തീരുമാനം? വേണ്ട, എനിക്ക് സുഖമായിട്ട് ജീവിച്ചാൽ മതി അവളുടെ. ആണല്ലോ, നിനക്ക് സുഖമായിട്ട് ജീവിച്ചാൽ മതിയല്ലോ. എന്നാ നീ അവളോട് പോയി പറ നിനക്ക് ഇഷ്ടമാണെന്ന്. ഐ ലവ് യു എന്നങ്ങ് പോയി പറ. ചെല്ലടാ, ചെല്ല് ചെല്ല്. ഓ അനുമോളെ, ഞാൻ ഇത് ചൊല്ലിയാവണോ? നീ അവളോ വളവ്. ഐ ലവ് യു. ഛി.
എന്ത് ക്രൂരനാടോ താൻ. അതെ, എനിക്കിട്ട് പണിയുമ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ. അവനിത് വേണം. ചുരുക്കത്തിൽ പറഞ്ഞ അവളുടെ പുറകെ എന്ന് പറയാൻ രണ്ടിനും ഉദ്ദേശമില്ല അല്ലേ? നീ ഒരു പ്രേമ പൂവല്ലേ, ഞാൻ കുഞ്ഞു വണ്ടല്ലേ, എന്നെ കൂടെ കൂട്ടൂലേ. ഞാൻ നിന്റെ ചാരെത്തുമ്പോൾ നിന്റെ പീലി കണ്ണോരം ഒരു മിന്നൽ കണ്ടില്ലേ. നിന്റെ കള്ളനോട്ടം കാണവേ ഹാർട്ട് ബീറ്റ് കൂടാന് ഉള്ളിനുള്ളിൽ പ്രേമമുണ്ടല്ലേ. നിന്റെ കുഞ്ഞു ചുണ്ടിൻ പുഞ്ചിരി അമ്പു വിട്ട പോലെയും നെഞ്ചിലാഞ്ഞുകൊണ്ട് കേറിലേ. നീ എൻ പൂമ്പാറ്റ അല്ല തന്നെ. നീ ഒരു പ്രേമ പൂവല്ലേ, ഞാൻ കുഞ്ഞു വണ്ടല്ലേ, എന്നെ കൂടെ കൂട്ടൂലേ. ഞാൻ നിന്റെ ചാരെത്തുമ്പോൾ നിന്റെ പീലി കണ്ണോരം ഒരു മിന്നൽ കണ്ടില്ലേ. നിന്റെ കള്ളനോട്ടം കാണവേ ഹാർട്ട് ബീറ്റ് കൂടാന് ഉള്ളിനുള്ളിൽ പ്രേമമുണ്ടല്ലേ. നിന്റെ കുഞ്ഞു ചുണ്ടിൻ പുഞ്ചിരി അമ്പു വിട്ട പോലെയും നെഞ്ചിലാഞ്ഞുകൊണ്ട് കേറിലേ. നീ എൻ പൂമ്പാറ്റ അല്ല പെണ്ണെ. ഹായ് അനന്തു. ഹായ് അബി. ഹായ്. ഒരുപാട് നാളായി നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അതിപ്പോൾ ഞാൻ എങ്ങനെ പറയുക? കാണിക്കണ്ട, പറഞ്ഞോ. കുട്ടിക്കാലം മുതൽക്ക് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പലതവണ ഞാൻ ആലോചിച്ചു നിങ്ങളോടത് പറയണോ വേണ്ടയോ എന്ന്. ഇനിയിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ, വേഗം പറഞ്ഞോ. അതെ, പറഞ്ഞോ. അഭിനവ് ടി പി. പേരെവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇവനോ? അനുമോള് കേട്ടോ അനന്തു, ഞാനും അനുമോളും എന്നും നിങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ആഫ്റ്റർ എ ലോങ് ടൈം നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയില്ലേ? ആ കൈ കാണിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഒരൊറ്റ കാരണം എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. അല്ലെങ്കിൽ ചിലവന്മാരുടെ കൂടെ നടന്ന് ഞാനങ്ങനെ നശിച്ചു പോയേനെ. എന്ത് രസമായിരുന്നല്ലോ നമ്മുടെ കുട്ടിക്കാലം. ഞങ്ങളത് എപ്പോഴും പറയാറുണ്ട് അല്ലേ അനുമോളെ? അതെ അതെ. ആ, സം ഗോൾഡൻ ഡേയ്സ്. ബൈ ദ വേ, ഞങ്ങളിപ്പോൾ വന്നത് വരുന്ന 25-ാം തീയതി ഞങ്ങളുടെ കല്യാണമാണ്. കല്യാണോ? നിങ്ങൾ എന്തായാലും വരണം. അനന്തു, മറക്കരുത്, 25-ാം തീയതി കല്യാണം. വന്നേ പറ്റൂ. നീ വേണേ പോരെ. പോവാ മോളെ. വരുന്നു അഭിനവ് ടി പി. കല്യാണത്തിന് എന്താ മേടിക്കണ്ടേ? ഏറ്റവും ഇഷ്ടം പോലെ സാരി നമുക്ക് സിനിമാസിന്നാക്കിയാലോ? എന്തെങ്കിലും നിനക്കപ്പോൾ കിട്ടിയില്ലേ? നിന്നെ കൊണ്ട് വന്നപ്പോഴേ തോന്നിയടാ. നിന്റെ കള്ളനോട്ടം കാണവേ ഹാർട്ട് ബീറ്റ് കൂടാന് ഉള്ളിനുള്ളിൽ പ്രേമമുണ്ടല്ലേ. നിന്റെ കുഞ്ഞു ചുണ്ടിൻ പുഞ്ചിരി അമ്പു വിട്ട പോലെയും നെഞ്ചിലാഞ്ഞുകൊണ്ട് കേറിലേ. നീ എൻ പൂമ്പാറ്റ അല്ല തന്നെ.